ഇന്ന് ജാനുവരി 16 കേട്ടോ. ഇന്നാണ് ചേച്ചിയുടെ ഹോസ്പിറ്റലിലെ അഡ്മിഷൻ ഡേറ്റ് കേട്ടോ. ചേച്ചിക്ക് ഡെലിവറിയുടെ ഡ്യൂ ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെയാണ് നമ്മളുടെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. ചേച്ചിക്ക് സിസേറിയൻ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ചേച്ചീനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അനേറ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ചേച്ചി ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് നെർവസ് ആണ്. കാരണം അറിയാലോ, നമുക്ക് ഒരു പ്രത്യേക ഒരു സാഹചര്യമാണല്ലോ അമ്മമാർക്ക്. ഒരു കുഞ്ഞു മോള് ഇവിടെ ഉള്ളപ്പോഴും പിന്നെ നമ്മള് ഒരു കുഞ്ഞു വാവ നമ്മുടെ ഉദരത്തിൽ ഉണ്ടാവുമ്പോൾ നമുക്കൊരു വലിയൊരു വിഷമോ അതുപോലെ തന്നെ എന്താ പറയാ ഒരു പ്രത്യേക ഒരു സന്തോഷവും എല്ലാം കൂടിയുള്ള ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണല്ലോ. അപ്പൊ അതെ, ഞങ്ങള് ചേച്ചിയും മമ്മിയും പിന്നെ അതുപോലെ തന്നെ എന്റെ ചേച്ചീന്റെ ഹസ്ബൻഡ് ബിജോയ് ചേട്ടനാണ് കേട്ടോ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പോണത്. ഞാനും അനേറയും പപ്പയും വീട്ടിലാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ചേച്ചീനെ കൊണ്ടാക്കാണ് കേട്ടോ. ചേച്ചിക്ക് നാളെയാണ് സിസേറിയന്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് വൈകുന്നേരം അതിന് മുമ്പത്തെ ദിവസം 16 5 മണിക്ക് വന്ന് അഡ്മിറ്റ് ആവണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളിതേ യൂദാസ്ലിഹയുടെ അടുത്തൊക്കെ പോയി. ഞങ്ങളുടെ പള്ളിയാണ് കേട്ടോ. ഞങ്ങളുടെ പള്ളിയിലൊക്കെ കയറി യൂദാസ്ലിയോടും മാതാവിനോടൊക്കെ പ്രത്യേകം പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിയൊക്കെ കത്തിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. നമ്മുടെ അശ്വിനി ഹോസ്പിറ്റലിലാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ ചേച്ചീനെ. അപ്പൊ അവിടേക്ക് 5 മണിക്ക് അഡ്മിഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിതേ ഹോസ്പിറ്റലിൽ എത്തി. ഇത് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. എനിക്കൊരു മെമ്മറി ആയിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം സത്യത്തിൽ എടുക്കുന്നത്. ഇപ്പോ ഇതൊക്കെ പിന്നെ കാണാനായിട്ട് നമുക്ക് പ്രത്യേക ഒരു ഫീൽ അല്ലേ. എനിക്ക് അനേറയുടെ സമയത്ത് ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം. കാരണം അനേറ കുഞ്ഞുവാവയായിരുന്ന സമയത്ത് ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എന്റെ കയ്യിലുണ്ടെങ്കിലും ഇതുപോലെ ഒരു വ്ളോഗൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പ്രത്യേക ഒരു രസമല്ലേ. അത് അവര് വലുതായിട്ട് കാണിച്ചൊക്കെ കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു എന്തോ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ അത്. നമ്മുടെ ചെറിയ ഫോട്ടോകളും നമ്മുടെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എന്റെ കുറെ ഫോട്ടോസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ പിള്ളേർക്ക് അത് കാണാൻ പറ്റുകയാണെങ്കിൽ, നമ്മളിവിടെ കാണാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ. അപ്പൊ ചേച്ചീനെ ലേബർ റൂമിൽ ഒന്ന് ചെക്കപ്പിനും കാര്യങ്ങളൊക്കെ കയറ്റിയേക്കാണ്. അപ്പൊ ഞങ്ങൾ പുറത്ത് വെയിറ്റിംഗ് ആണ് കേട്ടോ. അത് ആ സമയത്ത് BP കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെയല്ല സിസേറിയൻ നടക്കുക, ഓപ്പറേഷൻ തിയേറ്ററിലാണ്. അത് നമ്മൾ നാളെയാണ് പോവുക. ഇവിടെ ജസ്റ്റ് റൂട്ടീൻ ആയിട്ടുള്ള ഒരു ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇനി അങ്ങോട്ട് പോകട്ടോ. ഇനി നമുക്ക് റൂമിലേക്ക് മാറിയിട്ട് നാളെ രാവിലെ 9:30-ക്കാണ് നമ്മുടെ സിസേറിയൻ ചെയ്യുക. അപ്പൊ ചേച്ചി പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പൊ അവൾക്ക് നല്ല പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇത്തിരി ഷൂട്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സിസ്റ്റർ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ ഇനി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ റൂം 104 കേട്ടോ. അത് പ്രത്യേകം പറഞ്ഞത് വേറെ ഒന്നും കണ്ടല്ല, ഒരു മെമ്മറിക്ക് പറഞ്ഞതാണ് കേട്ടോ. 104 ഞങ്ങൾക്ക് ഈ വട്ടം കിട്ടിയിട്ടുള്ള റൂം. ഇത് പഴയ ബിൽഡിങ്ങിലുള്ള റൂമാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് ഇവിടെ അങ്ങോട്ട് സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ ബിൽഡിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്താലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മൾ കുറെ നേരം ഇവിടെ ഇരിക്കാത്തതുകൊണ്ടും ഇനി നാളെ രാവിലെ പെട്ടെന്ന് സിസേറിയന്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വേറെ ഷിഫ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഈ റൂമാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവർ വന്ന് വീണ്ടും പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്യാണ്. നമ്മളുടെ എന്താണ് ഇതൊക്കെ കാഷ്വൽ ആയിട്ടുള്ള ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഇനി ഞാനും അനേറക്കുട്ടിയും പപ്പയും കൂടിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇനി ഞങ്ങൾ നാളെ രാവിലെയാണ് വരിക. അപ്പോ എന്താണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോവാണ്. ഇനി നമുക്ക് നാളെ രാവിലെ കാണാം കേട്ടോ. ഇന്ന് ജാനുവരി 17 ഞങ്ങളുടെ ചെക്കൻ വന്ന ദിവസമാണ് കേട്ടോ. എന്റെ ചേച്ചിക്ക് ഒരു ആൺകുട്ടിയാണ് ഉണ്ടായത്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങൾ വന്നപ്പോഴേക്കും സിസേറിയൻ ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ണി വന്നു. ഉണ്ണീനെ എല്ലാവരും കാണിച്ച് ഞങ്ങൾ വന്നേക്കാണ്. ഞങ്ങൾ ഇത്തിരി ലേറ്റ് ആവാൻ കാരണം ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഛർദിയും ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഫുഡ് ഇൻഫെക്ഷൻ ആയിട്ട്. അപ്പൊ ഞങ്ങൾ ഇത്തിരി ലേറ്റ് ആയി പോയി. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളൊക്കെ അനേറയ്ക്ക് അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇത്തിരി ലേറ്റ് ആയി പോയി. അപ്പോഴേക്കും ചേച്ചീനെയൊക്കെ ഒബ്സർവേഷൻ സ്ഥലത്തേക്കൊക്കെ മാറ്റി ഉണ്ണീനെ നമ്മുടെ എന്താ കുട്ടികളുടെ ആ ഒരു ICUവിലേക്ക് മാറ്റി. അങ്ങനെയൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ചെക്കൻ വന്നിട്ടുള്ള കുഞ്ഞൊരു വീഡിയോ. ആ സമയത്ത് സിസ്റ്റേഴ്സ് എടുത്തു തന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കുട്ടി വാവയൊക്കെ ഉണ്ടായി. നല്ല സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു കേട്ടോ. അപ്പൊ എന്റെ ചേച്ചിക്ക് 2 BBs ആയിപ്പോ എനിക്ക് എന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടി, ബേബ എന്നുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടിട്ടോ. അപ്പൊ അങ്ങനെ നല്ല
അടിപൊളിയായിട്ട് ഞങ്ങള് ഞങ്ങളുടെ ബേബീനെ വെൽക്കം ചെയ്തു. അങ്ങനെ ചേച്ചി പിന്നെ സിസേറിയന്റെ സെഡേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഒബ്സർവേഷൻ ICUലായിരുന്നു കേട്ടോ. അത് ഞങ്ങളുടെ റൂമിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് പിറ്റേ ദിവസം ഞാൻ എടുത്തതാണ്. എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് ഞാനൊരു വീഡിയോ ആക്കിയതാണ് കേട്ടോ. ഇത് ഞങ്ങൾ ഓക്കെ ഒക്കെ അതിന് ശേഷം ചേച്ചീനെയൊക്കെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതാണ് ഞങ്ങളുടെ ബേബിയും, രണ്ട് ബേബീസ്, എന്റെ രണ്ട് കുട്ടികളും ഇതേ ഒരു ഫ്രെയിമിലുണ്ട് കേട്ടോ. അപ്പൊ അതെ, അനേറ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഉണ്ണി വന്നതിന് ശേഷം. എന്റെ ബേബി എന്ന് പറഞ്ഞിട്ടായിരുന്നു നടപ്പുണ്ടായിരുന്നത്. അപ്പൊ ആൾക്ക് അതിന്റെ ഒരു ചെറിയൊരു വിഷമവും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ കുഞ്ഞു വാവകൾക്ക്. ഫസ്റ്റ് ബേബിക്ക് അവരുടെ ഒരു പ്രത്യേക ഒരു ഫീലിങ്സ് എന്താന്ന് അറിയാലോ. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ആ ഒരു മൊമെന്റ്. പിന്നെ തീരെ ഞങ്ങൾക്ക് വയ്യായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ആ ഒരു മൊമെന്റ് ഒക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. കുറെ വീഡിയോസ് ഒന്നും ഇല്ല, ഞങ്ങൾക്കുള്ള ചെറിയ ചെറിയ വീഡിയോസും ഞാൻ കൂട്ടിച്ചേർത്ത് ഒരു വലിയ വീഡിയോ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചാണ് കേട്ടോ. അപ്പൊ ഇത് മൂന്നാമത്തെ ദിവസം എന്തോ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അപ്പോഴാണ് ഉണ്ണീനെ കയ്യിലെടുക്കുന്നത്. കാരണം ഒട്ടും ഹെൽത്ത് വൈസ് ഓക്കെ അല്ലാത്ത കാരണം ഉണ്ണീടെ അടുത്തേക്ക് ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഉണ്ണീനെ ഒന്ന് എടുത്തു. അനേറയുടെ കയ്യിൽ ചെറുതായിട്ടൊന്ന് വെച്ചു കൊടുത്തു കേട്ടോ. അനേറ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഉണ്ണി ഉണ്ണി എന്റെ ബേബി എന്നൊക്കെ പറഞ്ഞിട്ട് അവള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഇതൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ബൈ, നമുക്ക് വേറെ വീഡിയോയിൽ കാണാം കേട്ടോ.